ഇതിന്റെ നേരിട്ടുള്ള കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് IIIC ആണല്ലോ. അതായത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. അവര് മറ്റ് ഉപകരാറുകൾ കൊടുത്തിരിക്കുന്നു. ആ കരാറിന് എത്ര തുക കൊടുത്തു എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് പേ ചെയ്യേണ്ടത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക്, ഊരാളുങ്കലിനാണ്. ഊരാളുങ്കൽ സബ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ അല്ല, നേരെ തിരിച്ചാണ് ജോർജ് പൊടി പറയും. IIIC എന്ന് പറഞ്ഞാൽ ഊരാളുങ്കലിന്റെ സ്വന്തം കമ്പനി ഒന്നുമല്ല, സർക്കാർ ഉണ്ടാക്കിയ സ്ഥാപനമാണ്. അവിടെ ഇവർ എന്തോ അർത്ഥത്തിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്, അക്കാഡമിക് കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഇതിലെ ഉപകരാർ എടുത്തിട്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ക്രാഫ്റ്റ് വില്ലേജ്. ഓക്കെ സോറി. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ IIIC ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് കരാറെങ്കിൽ അവരാണ് മെയിൻ ഉത്തരവാദികൾ. അവർ കൊടുക്കുന്ന കണക്കുകളാണല്ലോ ഉപകരാറുകാർക്ക് അവരെന്ത് കൊടുത്തു എന്നുള്ളതിനേക്കാൾ ഈ പറയുന്ന അവർക്ക് എന്ത് ദേവസ്വം ബോർഡ് എന്ത് പേയ്മെന്റ് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതല്ലേ അജിംസി ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. ഇത് സാധാരണ കോൺട്രാക്ടർക്കെല്ലാം ബാധകല്ലേ? അതായത് ഒരു മെയിൻ കോൺട്രാക്ട് സർക്കാരിൽ നിന്ന് എടുക്കുന്നു. ഇപ്പൊ ഹൈവേ കോൺട്രാക്ടുകൾ പോലും, ഇപ്പൊ നമ്മുടെ ഹൈവേയിലെ ഈ 6 വരി പാതയുടെ നിർമ്മാണത്തിനും സാധാരണ ഇതിൽ കോൺട്രാക്ട് എടുക്കുന്നു. ആ കോൺട്രാക്ടിങ് കമ്പനി അത് സബ് കരാർ കൊടുത്തിട്ട് പലതായിട്ട് വിഭജിച്ച് പല കരാറുകാർക്കായിട്ട് കൊടുക്കുന്നു. അപ്പൊ അതിനകത്ത് കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ഹൈവേ അതോറിറ്റിയും ഈ ഉപകരാറുകാരും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉപകരാറുകാർ ഹൈവേ അതോറിറ്റിക്ക് ആൻസറബിൾ അല്ല. They are answerable to the main company and the main company is answerable to ഹൈവേ അതോറിറ്റി. അങ്ങനെയാണ് സാധാരണ ഇതിൽ ഉപകരാറുകളുടെ കാര്യം. പക്ഷെ ഇവിടെ ഇപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പറഞ്ഞ സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾ നടത്താൻ ഊരാളുങ്കൽ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു. അവരാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഈ ഓഡിറ്റർ അവരോടും അവരുടെ കയ്യിൽ നിന്നുള്ള ഈ പറഞ്ഞ ഇൻവോയ്സുകളും അതുപോലെ തന്നെ മറ്റ് റെസിപ്റ്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം എന്ന് വിചാരിക്കുന്നു ഞാൻ. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ ഇതിനകത്ത് കുറെ കൂടി ജാഗ്രതയോടുകൂടി കുറെ കൂടി കോഷ്യസ് ആവേണ്ടിയിരുന്നില്ലേ സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഈ കോൺട്രാക്ട് എടുത്ത കമ്പനികളും എല്ലാം ജാഗ്രത പുലർത്തേണ്ടതല്ലായിരുന്നു? ഹൈക്കോടതി കൃത്യമായി പറഞ്ഞല്ലോ. അതായത് ഹൈക്കോടതിയിൽ ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് ഹൈക്കോടതിയിൽ നേരത്തെ വസന്ത് പറഞ്ഞ പോലെ 5 ഹർജികളോ മറ്റോ ചെന്നു. അന്ന് ഹൈക്കോടതി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താ? ഇത് സർക്കാരിന്റെ ചെലവിൽ നടത്താൻ പാടില്ല, ദേവസ്വം ബോർഡിന്റെ ചെലവിലും നടത്താൻ പാടില്ല. ഇത് അതായത് ഭക്തരുടെ പണം ഉപയോഗിച്ച് നടത്തേണ്ട ഒന്നല്ല, മറിച്ച് സ്പോൺസർഷിപ്പിലൂടെ നടത്തിക്കോളൂ എന്നാണ് അനുമതി കൊടുത്തത്. എന്നിട്ട് ആ സ്പോൺസർഷിപ്പിലൂടെ നടത്താൻ കഴിയാതെ പോയി നേരത്തെ പണം കിട്ടാത്തത് കൊണ്ട് ദേവസ്വം ബോർഡിന്റെ കരുതൽ ഫണ്ടിൽ നിന്ന് പണം വാങ്ങിച്ചു. ഇപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? 10 കോടിയോളം രൂപ ചെലവഴിച്ചു. 6 കോടിയോളം രൂപ മാത്രമേ സ്പോൺസർഷിപ്പ് വഴിക്കും അതുപോലുള്ള മറ്റു രീതിയിൽ സമാഹരിച്ച് ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 4.37 കോടിയോ മറ്റോ ദേവസ്വം ബോർഡിന് ഇനിയും കൊടുക്കാനുണ്ട്. ഗോപൻ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇതെല്ലാം അങ്ങനെ ഒരു ഓഡിറ്റ് നടത്താൻ പറ്റുമോ? ഇവിടെ സ്പെഷ്യൽ കമ്മീഷണർക്ക് അങ്ങനെ ദേവസ്വം ബോർഡിന്റെ അറിവോ സമ്മതമോ ദേവസ്വം ബോർഡിനെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ സമർപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ സാധിക്കൂ? അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഈ സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്ന ആള് ഈ ശബരിമലയിലെ ഭാഗമല്ലേ, ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കൂടി ആൻസറബിൾ ആയിട്ടുള്ള ഒരാളല്ലേ? അദ്ദേഹം അവര് കൂടി അറിഞ്ഞ് ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരാളല്ലേ? എനിക്കിത് ഓർമ്മ വരുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ സാങ്കേതിക ന്യായങ്ങൾ, തൊടുന്യായങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവിടെ ആവശ്യമുള്ളതിന്റെ എത്രയോ മടങ്ങ് കൂടുതൽ പണം ചെലവഴിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ മൻമോഹൻ സിംഗ് പണ്ട് ഈ ചെലവഴിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ജോർജ് പൊടി പറ, ഈ ജോയിന്റ് വെരിഫിക്കേഷൻ, ജോയിന്റ് മെഷർമെന്റിൽ റിപ്പോർട്ട് നോക്കുമ്പോൾ, സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ അങ്ങനെ ഇല്ല. അപ്പോൾ മുഖ്യമന്ത്രി കിടക്കാനുള്ള മെത്ത ലക്ഷങ്ങളാണ് ചെലവഴിച്ചത്. അങ്ങനെ ഒരു മെത്ത ഇല്ല. 2 ലക്ഷം രൂപയുടെ കേബിളിംഗ് നേരത്തെ എസ്റ്റിമേറ്റ് കാണിച്ചിരുന്നു. അങ്ങനെ കേബിളിംഗ് നടത്തിയിട്ടില്ല. അങ്ങനെ ഓരോന്നും ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് ഇൻവോയ്സ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പറയുന്ന ന്യായങ്ങളൊന്നും അവിടെ നിൽക്കില്ല. യഥാർത്ഥത്തിൽ ചെലവാക്കാത്ത പൈസയ്ക്ക് അല്ലെങ്കിൽ ചെലവാക്കിയതിനേക്കാൾ എത്രയോ കൂടുതൽ പൈസയ്ക്കുള്ള ഇൻവോയ്സും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് മൻമോഹൻ സിംഗ് പണ്ട് നോട്ട് റദ്ദാക്കലിന്റെ സമയത്ത് പറഞ്ഞ പോലെയാണ്, ദിസ് ഈസ് ഓർഗനൈസ്ഡ് പ്ലണ്ടർ ആൻഡ് ലീഗലൈസ്ഡ് ലൂട്ടിംഗ്. ഇത് കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇത്രയേറെ പണം മുഖ്യമന്ത്രിക്ക് ഒരു രാത്രി താമസിക്കാൻ അല്ലെങ്കിൽ അവിടെ കഴിയാൻ മുഖ്യമന്ത്രിക്ക് മാന്യമായ താമസ സൗകര്യം വേണം, അതൊക്കെ ശരിയാണ്. പക്ഷെ 2 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഒരു രാത്രി താമസത്തിന് മാത്രം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അതിത്തിരി
ഈണമല്ലേ? അങ്ങനെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ ഒരു ജനാധിപത്യ സർക്കാരിൽ ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്റെ തലവൻ ഇത്രത്തോളം ഒരു രാത്രിക്ക് വേണ്ടി ചെലവഴിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള അതിഥികളൊക്കെ മൂന്നാറിലും കുമരകത്തും താമസിച്ച് അവരെയൊക്കെ അവിടെ എത്രയോ റിസോർട്ടുകളുണ്ട്. എല്ലാ അത്യാധുനിക അവിടെ ഏറ്റവും മികച്ച റിസോർട്ടിൽ സ്വീറ്റ് റൂം എടുത്താൽ പോലും 10,000-13,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപയെ ചെലവാകും. അവിടുന്ന് അദ്ദേഹത്തിന് കാറിൽ രാവിലെ അവിടെ എത്തിയാൽ മതി. അപ്പൊ ബാക്കിയുള്ള അതിഥികളൊക്കെ മൂന്നാർ റിസോർട്ടിലും കുമരകം റിസോർട്ടിലും താമസിപ്പിച്ച് കാറിലെത്തിച്ച് ആണ് ഇവിടെ കാര്യങ്ങൾ നടത്തിയ ടാക്സി കൂലി ഇനത്തിൽ തന്നെ 10 ലക്ഷത്തിലധികം രൂപയുടെ ചെലവൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ സാധാരണഗതിയിൽ ഒരിക്കലും സംഭവിക്കാത്ത അത്രയും, അതായത് ഈ കണക്കുകൾ ഈ ആളുകളുടെ എണ്ണത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്.